ഹലോ ഗൈസ്, ഈ വെള്ളയൊക്കെ ഇട്ടിട്ട് എവിടേക്ക് ആയിരിക്കുന്നതായിരിക്കും വിചാരിക്കണേ. ഒരുങ്ങിറങ്ങിയപ്പോൾ ബൈ കോയിൻസിഡൻസ് വൈറ്റ് ആൻഡ് വൈറ്റ് ആയി പോയിട്ടോ. നേരെ നമ്മൾ പോകുന്നത് ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം അങ്ങോട്ട് ഓടാ ഇങ്ങോട്ട് ഓടാ, അങ്ങനെ മൊത്തത്തിൽ ഒരു ഓട്ടമായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് റിലാക്സ് ചെയ്ത് വരാമെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. ഒരു നൂൺ ചെക്ക് ഇൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നൂൺ ആകുമ്പോഴേക്കും നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന രീതിയിൽ 1 ഡേ ഒരു പ്ലാനിങ് ആയിരുന്നു. ആൻഡ് നമ്മൾ കൊച്ചിയിൽ പോയി അവിടെ ഹോട്ടൽ മാരിയറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ശരിക്കും നല്ല കിഡിലൻ ഹോട്ടൽ കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, പൊതുവേ നല്ലൊരു ആംബിയൻസ് അവിടെ. ശരിക്കും നമ്മൾ ക്രിസ്മസ് ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പേസും ജസ്റ്റ് വെറുതെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ചെക്ക് ഇൻ ടൈമിൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. വെയിറ്റിംഗ് ടൈമിൽ നമുക്കൊരു ഡ്രിങ്ക് കൊണ്ടുതരുന്നു. ഒരു ബ്ലൂബെറി ഡ്രിങ്ക് ആയിരുന്നു, ബട്ട് വെരി ടേസ്റ്റി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് അവർ കീ ഒക്കെ കൊണ്ടുവന്ന് തന്നു. നമുക്ക് റൂം വന്നത് ഒരു 24th or 21st ഫ്ലോറിൽ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, കുറച്ചായില്ലേ. അങ്ങനെ നമ്മൾ റൂമിൽ കയറി. ആദ്യം കയറി കണ്ടപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഒരു ഓഫ് വൈറ്റ് തീമിലായിരുന്നു അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് അച്ചു റൂമൊക്കെ തുറന്നു തരണം കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നല്ലൊരു കേക്ക്, ഒരു ചെറിയ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ കേക്ക് കട്ട് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ പിന്നെ പിറ്റേ ദിവസം പോണ നേരത്തെ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞില്ലല്ലോ എന്ന് വെച്ചിട്ട് വേഗം കട്ട് ചെയ്ത് കഴിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം റൂമിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്ന് നോക്കി. നല്ല ഏരിയ, ഒരു മിറർ ഉണ്ടായിട്ട് ആ മിറർ നല്ല അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് മിറർ സെൽഫീസൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെട്ടവർക്ക് പറ്റിയിട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ നല്ല ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. ഈച്ച് കോർണർ അങ്ങനെ. പിന്നെ വാഷ് ഏരിയ ആണെങ്കിലും പിന്നെ നമുക്ക് എല്ലാം നല്ല ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഗ്ലാസ് ഡോസും ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ ഒരു വിൻഡോ ഏരിയ ആണ് കേട്ടോ ഇതിൽ ഏറ്റവും അടിപൊളി സ്ഥലം. കാരണം അവിടെ ഇരുന്ന് നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ്. അത് സ്പെഷ്യലി നൈറ്റ് ടൈമിലാണ് ഏറ്റവും അടിപൊളി വ്യൂ. നൈറ്റ് ടൈമിൽ ശരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല രസമായിരുന്നു. നമുക്ക് അവിടെ ഇരുന്നിട്ട് ഫുൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പുറത്തേക്ക് ഉള്ള ആ ഒരു വ്യൂവിൽ അവിടെ ഇരുന്ന് ഒരു വാം ലൈറ്റിലിരുന്ന് സംസാരിക്കാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഫ്രഷപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ലുലുലു പോയി. അവിടെ പാരഗണിൽ പോയിട്ടാണ് ഡിന്നർ കഴിച്ചത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലെമൺ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി, നൂൽ പൊറോട്ട ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ആക്ച്വലി ഞാൻ ഒരു ഫിഷ് ലവർ അല്ലാത്തതായിരുന്നു, ഞാൻ അങ്ങനെ കഴിച്ചില്ല. പിന്നെ നമ്മുടെ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ലുലുവിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നിട്ട് പതിയെ നമ്മൾ റൂമിലേക്ക് പോയി. സോ അതായിരുന്നു ഇന്നത്തെ ദിവസം. ആൻഡ് അടിപൊളി ഒരു ഡേ ആയിരുന്നു കേട്ടോ. ഒരു സ്ലോ ബട്ട് വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.